ഹലോ ഗൈസ്, വെൽക്കം ടു സയൻസാം. സയൻസാമിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ല ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു നല്ലൊരു പ്രൊജക്റ്റ് ഇവിടെ ചെയ്തു. അപ്പോൾ ആ പ്രൊജക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണിത്. അപ്പോൾ ഇത് എന്ത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പിടിയില്ല. അപ്പോൾ ഈ ഒരു സാധനത്തിൽ ജസ്റ്റ് ഒരു തടീൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് സ്ക്രൂ എടുത്ത് സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് കുറേ നമ്മുടെ ഈ മീനെ പിടിക്കുന്ന ചൂണ്ടയുടെ വള്ളി ഉണ്ടല്ലോ, ഫിഷിംഗ് ലൈൻ. ഓക്കെ, അപ്പോൾ ചൂണ്ട കിട്ടുന്ന വള്ളി എടുത്ത് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ വലിച്ച് കെട്ടി വെച്ചു. അപ്പോൾ ഓരോ ഡിസ്റ്റൻസും ഇച്ചിരി വണ്ണം കുറഞ്ഞതും കൂടിയൊക്കെ ആയിട്ട് മാറ്റി കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒച്ചയൊക്കെ തുടങ്ങി. ഓക്കെ, അപ്പോൾ അതാണ് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഇത് എന്നാണെന്ന് ചോദിക്കരുത്, ഇത് വായിക്കാനോട്ട് എനിക്ക് അറിയത്തുമില്ല. അപ്പോൾ ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്നാ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലൊരു സാധനമാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്ന സാധനം. ഓക്കെ, അപ്പോൾ എന്താണെന്നല്ലേ, ഇതൊരു കോണ്ടാക്റ്റ് മൈക്കാണ്. അപ്പോൾ കോണ്ടാക്റ്റ് മൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് വരുന്ന ഒരു സ്ഥലത്തു നിന്നുള്ള ഓഡിയോ മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു മൈക്ക്. ഓക്കെ, അതായത് ഇതാണ് ഇതിൻ്റെ മൈക്കിൻ്റെ ഹെഡ്. ഈ സാധനം എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചാൽ ആ സർഫസിൽ നിന്ന് വരുന്ന സൗണ്ടുകൾ മാത്രം നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. മൈക്കിലോട്ട് ഞാനിങ്ങനെ നേരെ സംസാരിച്ചാൽ ഒരു ഉപകാരമില്ല, ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അതേസമയം ഇപ്പോൾ ഒരു ഗിറ്റാർ വായിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഗിറ്റാറിലോട്ട് ഈ മൈക്ക് എടുത്ത് ഒട്ടിച്ച് വെച്ചാൽ ആ ഗിറ്റാറിൽ നിന്ന് വരുന്ന സൗണ്ട് മാത്രം നല്ല അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ രണ്ട് ഔട്ട്പുട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് നമുക്ക് നേരെ ആംപ്ലിഫയറിലോട്ട് കൊടുക്കാം, വലിയ സ്പീക്കറിലോട്ട് കൊടുത്ത് നേരെ കേൾക്കാം. അതുപോലെ തന്നെ അടുത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം ഓഡിയോ ഔട്ട്പുട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നേരെ ഫോണിലോട്ട് കണക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാനും പറ്റും. അങ്ങനെ രണ്ട് രീതിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസീഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ കോണ്ടാക്ട് മൈക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ കോണ്ടാക്ട് മൈക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ക്രിസ്റ്റലാണ് കേട്ടോ. ഇതിന് പീസോ ക്രിസ്റ്റൽ എന്നാണ് പറയുന്നത്, പീസോ ഡിസ്ക് എന്നൊക്കെ പറയും ഈ സാധനത്തിന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെറ്റലിൻ്റെ ഒരു ഡിസ്കയിൽ ജസ്റ്റ് ഒരു ക്രിസ്റ്റൽ ഒട്ടിച്ച് വെച്ചേക്കാണ്. ഈ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ക്വാർട്സ് പോലുള്ള ക്രിസ്റ്റലാണ്. ക്വാർട്സ് ആണ് മെയിൻ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ക്വാർട്സിൻ്റെ ക്രിസ്റ്റൽ നമുക്ക് വാച്ചിനകത്ത് ക്വാർട്സ് വാച്ച് എന്ന് കേട്ടില്ലേ. അപ്പോൾ ക്വാർട്സ് വാച്ച് എന്ന് പറഞ്ഞാൽ വാച്ചിനകത്ത് ടൈം കറക്റ്റ് ചെയ്യാനായിട്ടൊരു ക്രിസ്റ്റലാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ക്വാർട്സ് വാച്ച്. ക്വാർട്സ് ക്രിസ്റ്റലാണ് യൂസ് ചെയ്യുന്നത്. ഒരു ക്വാർട്സിൻ്റെ ഒരു ക്രിസ്റ്റൽ, ഇത് ആർട്ടിഫിഷ്യൽ ക്രിസ്റ്റൽ ആയിരിക്കും പ്രോബബ്ലി, അതാണ് ചാൻസ്. അപ്പോൾ അതിലൊരു ക്രിസ്റ്റൽ ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്റ്റലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്രിസ്റ്റലിലോട്ടൊരു വൈബ്രേഷൻ വന്നാൽ ഈ ക്രിസ്റ്റൽ ഒരു വോൾട്ടേജ് ഔട്ട്പുട്ട് തരും, ഒരു സിഗ്നൽ ഔട്ട്പുട്ട് തരും. അതായത് നമ്മൾ അങ്ങോട്ടൊരു വോൾട്ടേജ് ഒരു സിഗ്നൽ കൊടുത്താലും അതിനനുസരിച്ച് ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യും. നമ്മളൊരു കറക്റ്റ് ഒരു ഫ്രീക്വൻസിയിൽ ഇപ്പോൾ ഒരു 100 ഹെഡ്സ് അല്ലെങ്കിൽ 150 ഹെഡ്സിൽ ഒരു സിഗ്നൽ ഇതിലോട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും ഹെഡ്സിൽ തന്നെ ഈ ഇത് വൈബ്രേറ്റ് ചെയ്യും, ഒരു സൗണ്ട് ഔട്ട്പുട്ട് വരും. അതുപോലെ തന്നെ ഒരു സൗണ്ട് ഇൻപുട്ട് ഇതിലോട്ട് കൊടുക്കുകയാണെങ്കിൽ നേരെ ഒരു സൗണ്ട് ഇൻപുട്ട് ഒരു സർഫസിൽ നിന്ന് ഇതിലോട്ട് വരുവാണെങ്കിൽ അത് അതേപോലെ തന്നെ ഒരു സിഗ്നലും ഔട്ട്പുട്ട് വരും. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു പ്രോപ്പർട്ടി. ഏതെങ്കിലും സർഫസിൽ നിന്ന് ഒരു കറക്റ്റായിട്ടൊരു ഫ്രീക്വൻസി വരുവാണെങ്കിൽ അത് ഈ സാധനം പിടിച്ചെടുക്കും. അത് നമുക്കൊരു വോൾട്ടേജ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ആ വോൾട്ടേജ് ഔട്ട്പുട്ട് നമ്മളൊരു ചെറിയൊരു പ്രീയാമ്പിനകത്തോടെ കടത്തി വിട്ടിട്ട്, പ്രീയാമ്പ് എന്ന് പറയുന്നതിനും ആംപ്ലിഫയറിന് മുന്നേ വെക്കുന്ന സാധനമാണ് പ്രീയാമ്പ്. ഒരു പ്രീയാമ്പിനകത്തോടെ കടത്തി വിട്ടിട്ട് ആ സിഗ്നൽ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്നെങ്കിൽ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു ആംപ്ലിഫയറിലോട്ട് ഒരു പവർ ആംപ്ലിഫയറിൽ കൊടുത്തിട്ട് വലിയ സ്പീക്കർ വഴി കേൾക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറെ ഒച്ചകളൊന്നും വരികയില്ല, സർഫസിൽ നിന്നുള്ള ഒച്ചകൾ മാത്രം. അപ്പോൾ ഒരു ഗിറ്റാറിൽ ഒട്ടിച്ച് വെച്ചിട്ട് നേരെ ആംപ്ലിഫയറിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ഗിറ്റാർ വായിക്കുന്ന മാത്രം നല്ല അടിപൊളിയായിട്ട് ഓഡിയോ കിട്ടും. വേണമെങ്കിൽ അതുപോലെ തന്നെ റെക്കോർഡിങ് ചെയ്യാം. വേറെ ഓഡിയോൻ്റെ വേറെ പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസോ ഇപ്പോൾ എന്താ പറയുക, ഒരാരും ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കാൻ നോക്ക്, ഒരു ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അതിനിടയ്ക്ക് ആരും കയറി കാറോ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓഡിയോ മുഴുവനകത്ത് കയറിയാലേ. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ, അതിനാണ് ഈ ഒരു മൈക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗിറ്റാറിൻ്റെ ഓഡിയോ മതിയെങ്കിൽ ആ ഓഡിയോ മാത്രമേ വരികയുള്ളൂ. ഏത് സർഫസിൽ വെച്ചാലും അവിടെ നിന്ന് വരുന്ന ഓഡിയോ മാത്രം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനാണ് ഞാൻ ഇങ്ങനെ സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമുക്കിങ്ങനെ ഇൻസ്ട്രുമെൻ്റ് വെച്ചാൽ ഒച്ചയൊക്കെ അറിയണമല്ലോ, അതിന് വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സാധനം ആദ്യമേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതുപോലെ ഓരോരോ സാധനങ്ങളെ വെച്ചിട്ട് അതിൽ നിന്ന് വരുന്ന സൗണ്ടുകൾ നമുക്ക് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം എന്തൊക്കെ സാധനങ്ങളാണ് ഇതുപോലൊരു കോണ്ടാക്റ്റ് മൈക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് ഇതുപോലൊരു ക്രിസ്റ്റലാണ് കേട്ടോ. ഇതിന് പീസോ ഇലക്ട്രിക് ഡിസ്ക് എന്നാണ് പറയുന്നത്. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ്. ഇത് ഒന്നെങ്കിൽ നമുക്ക് ബസറായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു മൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിസ്റ്റലാണ് നമ്മുടെ ഈ ഒരു മൈക്കിൻ്റെ ഫുൾ സംഗതി ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെറിയൊരു പ്രീയാമ്പ് ഉണ്ടാക്കണം. ഈ ഒരു ക്രിസ്റ്റലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രീയാമ്പ് നമുക്ക് യൂസ് ചെയ്യണം. ഒരു ആംപ്ലിഫയറിലോട്ട് കൊടുക്കുന്നതിന് മുന്നേ ഒരു പ്രീയാമ്പ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനായിട്ടും ഒരു പ്രീയാമ്പ് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുറേ സാധനങ്ങളുടെ ആവശ്യമുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന IC എന്ന് പറയുന്നത് ഈ ഒരു IC ആണ്. ഇത് NE5532P എന്ന് പറഞ്ഞ IC ആണ് കേട്ടോ.
ഇതൊരു ചെറിയ ഓപ്പറേഷൻ ആംപ്ലിഫയർ ആണ്. ഈ ആംപ്ലിഫയറിൻ്റെ ഐ സി വെച്ചായിരിക്കും നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു പ്രീആംപ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് ഈ പ്രീആംപ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ചെറിയൊരു പ്രീആംപായിട്ട് തന്നെ നമുക്ക് ഈ കോൺടാക്ട് മൈക്കിനുള്ള പ്രീആംപ് നമുക്ക് മേടിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഈ സാധനങ്ങളെല്ലാം ഇതുപോലെ ചെറിയൊരു പെർഫ് ബോർഡിലോട്ട്, ഇതിന് പെർഫ് ബോർഡ് എന്ന് പറയും, അല്ലെങ്കിൽ വെറോ ബോർഡ് എന്ന് പറയും, സോൾഡർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബോർഡാണ്. ഈ ബോർഡിലോട്ട് എല്ലാം കൂടെ പെറുക്കി വെച്ച് കറക്റ്റായിട്ട് സർക്യൂട്ടൊക്കെ നോക്കി സോൾഡർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രീആംപ് റെഡിയായി. ആ പ്രീആംപിലോട്ട് നമ്മൾ ഈ ക്രിസ്റ്റലും കൂടെ സോൾഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ടായിട്ട് ഒരു 3.5 mm ഓഡിയോ ജാക്കും കൂടെ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ പാർട്സ് എല്ലാം കൂടെ വെച്ച് സോൾഡർ ചെയ്തിട്ട് നമ്മുടെ പ്രീആംപ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സർക്യൂട്ടാണ് നമ്മൾ പ്രീആംപിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഐ സി എന്ന് പറയുമ്പോഴത്തേനും ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറിനുള്ള ഐ സി ആണ്. മോണോ ആണെങ്കിലും യൂസ് ചെയ്യാം. നമ്മളിവിടെ ഒരു മൈക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. 2 മൈക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ, അതായത് മൈക്കിൻ ബേസ് ക്രിസ്റ്റലിൻ്റെ കാര്യമാണ്, 2 ക്രിസ്റ്റൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഐ സിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് സോൾഡർ ചെയ്തിട്ട് നമ്മുടെ പ്രീആംപ് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ബോക്സിനകത്തോട്ടാണ് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സാധനം മാത്രം ഇതിൽ പശ എന്താ വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് വെച്ചാൽ ഈ ഒരു ക്രിസ്റ്റലിൻ്റെ ഈ പുറഭാഗത്തോട്ട് കുറച്ച് എപ്പോക്സി റെസിൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ ക്രിസ്റ്റലിന് ജസ്റ്റ് ഒരു ബലം കിട്ടാൻ വേണ്ടി മാത്രമാണ്. കാരണം ഈ ക്രിസ്റ്റൽ വളയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കേടായി പോകും, പിന്നെ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ നടുക്കുള്ള ഈ ക്രിസ്റ്റൽ പൊട്ടിപ്പോയി, വൈറ്റ് കാണുന്ന സാധനം പൊട്ടിപ്പോയിട്ടുണ്ട്, പിന്നെ വർക്ക് ചെയ്യില്ല. അതിനായിട്ടാണ് ഞാൻ വളയാണ്ടൊന്നും ഇരിക്കാനായിട്ടാണ് ഈ ഒരു എപ്പോക്സി റെസിൻ വെച്ച് ഫില്ല് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇച്ചിരി ബലത്തിന് വേണ്ടിയിട്ട് ഒരു തടീൻ്റെ ഒരു പീസും കൂടെ വെച്ചിട്ടുണ്ട്. ഇച്ചിരി കട്ടി കൂടിയ പീസാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇത്രയും കട്ടി വേണമെന്നില്ല. ഇതിൻ്റെ ഒരു പകുതി കട്ടിയാണെങ്കിലും ക്ലീൻ ആയിട്ട് തന്നെ വർക്ക് ചെയ്യും, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും റെഡിയാക്കി നമ്മുടെ ആംപ്ലിഫയറിൻ്റെ സംഗതികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഔട്ട്പുട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്കുണ്ട്. ഒന്ന് മൈക്കിലോട്ട് പോകേണ്ട ഔട്ട്പുട്ട്, അതുപോലെ തന്നെ ആംപ്ലിഫയറിലോട്ട് പോകേണ്ട ഔട്ട്പുട്ടും 2 ആയിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്താൽ പറ്റും. മൈക്കിന് ഇടുവാണെങ്കിൽ നമുക്ക് മൈക്ക് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഫോണിൽ കുത്തി റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആംപ്ലിഫയറിന് ഇടുവാണെങ്കിൽ നേരെ ആംപ്ലിഫയറിലോട്ട് കൊടുത്ത് നമുക്ക് വലിയ വോളിയത്തിൽ കേൾക്കാനും പറ്റും. ഓക്കെ, സെൻട്രലിലാണ് ഇതിൻ്റെ ഓഫ് ബട്ടൺ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ എന്നായിരുന്നു കോൺടാക്ട് മൈക്ക് ഉണ്ടാക്കി ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഒരു പെട്ടിക്കകത്തോടാണ് വെച്ചേക്കുന്നത്. ഇതിന് മൈക്കിൻ്റെ ഈ ഒരു കേബിളിന് ഇച്ചിരി നീളം കുറഞ്ഞു പോകുന്ന ഡൗട്ടുണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലൊക്കെ വെക്കാനായിട്ട് ഈ നീളം ധാരാളമായിട്ട് മതി. ഫുള്ളൊരു ബോക്സിനകത്താക്കി എല്ലാം അടിപൊളിയാക്കി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണ്, ടെസ്റ്റ് ചെയ്യുക അല്ലേ. ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഒരു കോൺടാക്ട് മൈക്കായിട്ട് ഇത് വർക്ക് ചെയ്യുന്നതിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ആർക്കും തോന്നരുത്, എനിക്കിത് വായിക്കാനും ഒട്ടും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആംപ്ലിഫയറിൻ്റെ സ്പീക്കറൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ ഞാനിത് ആംപ്ലിഫയറിലോട്ട് കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഇൻസ്ട്രുമെൻ്റ് എടുക്കാം. അപ്പോൾ ഇത് എന്നാ സാധനം ഒന്നും ചോദിക്കരുത്, ജസ്റ്റ് കുറച്ച് സ്ട്രിങ് വലിച്ചിട്ടതാണ്. ഞാൻ ഇതിലോട്ട് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്യാൻ പോവാം. ഇത്രേ ഉള്ളൂ, ജസ്റ്റ് അങ്ങ് ഒട്ടിച്ച് വെക്കുന്നേ ഉള്ളൂ. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അത് മൈക്ക് കണക്ട് ചെയ്ത് മൈക്ക് കണക്ട് ചെയ്യാണ്ട് കേൾക്കാം നോക്കാം. മൈക്ക് ഞാൻ ഓഫ് ചെയ്തു. കണ്ടില്ലേ, ആംപ്ലിഫയർ ഓണാക്കി. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ സ്കെയിലിലോട്ട് ചുമ്മാ ഒട്ടിച്ച് വെക്കാൻ പോവാം. ഓഫാക്കിയാൽ ഒന്നും കേൾക്കാനില്ല, കണ്ടില്ലേ. ഓണാക്കിയാൽ ഓക്കെ. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സബോള നമ്മൾ കട്ട് ചെയ്യാൻ പോവാം. സബോള കട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു
മൈക്ക് എടുത്തിട്ട് നമുക്ക് ഈ കത്തിയിലൊന്ന് ഒട്ടിച്ച് വെക്കാം. ഓക്കെ, മൈക്ക് ഇച്ചിരി വലുതാണ്, അതുകൊണ്ട് പ്രോബ്ലം ആയിട്ട് വന്നേക്കുന്നത്. ഞാൻ എന്തായാലും മൈക്ക് എടുത്ത് കത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് സബോള കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആംപ്ലിഫയറെ കണക്ട് ചെയ്ത് നോക്കി, നമ്മൾ സബോള കട്ട് ചെയ്ത് നോക്കി. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോണിൽ കണക്ട് ചെയ്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കാം. മൈക്ക് ഓഫാണേ, ഒന്നും കേൾക്കത്തില്ല. മൈക്ക് ഓണാക്കിയാൽ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ കോൺടാക്റ്റ് മൈക്ക് ഇവിടെ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. നല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഓഡിയോ കിട്ടുന്നുണ്ട്. വേറെ ഇൻ്റർഫറൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് തട്ടിയാൽ വരെ അറിയാം. ഇതിൽ നമ്മൾ ഒരു ഇതുപോലെ ഒരു മാസ്കിംഗ് ടേപ്പ് പൊളിച്ചെടുക്കുന്ന വെച്ചാൽ അതുപോലെ കത്തിയുടെ വെച്ചാൽ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വെച്ചാൽ അങ്ങനെ പല പല വെച്ചാൽ ജസ്റ്റ് ഒരു സ്കെയിലിൽ നിന്ന് വരുന്ന വെച്ചാൽ അങ്ങനെ പല പല വെച്ചുകൾ നമ്മൾ ട്രൈ ചെയ്തു. നല്ല പക്ക ക്ലീനായിട്ട് കേൾക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ പ്രൊജക്റ്റ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നൊരു നിർബന്ധവുമില്ല. ഇതുപോലെ പ്രീ ആമ്പുകൾ, ഇതുപോലെ കോൺടാക്റ്റ് മൈക്കിന് വേണ്ടിയിട്ടുള്ള പ്രീ ആമ്പുകൾ നമുക്ക് ഓൺലൈൻ മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. എങ്കിലും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖത്തിന് വേണ്ടി, ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതിങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. എന്തായാലും സാധനം വർക്ക് ചെയ്തു, അതിൽ ഭയങ്കര സന്തോഷം. ഇടയ്ക്ക് ചിലപ്പോൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും വർക്ക് ചെയ്യാണ്ടായിരിക്കും, അത് മുഴുവൻ ഫ്ലോപ്പ് ആവും. എന്തായാലും ഇത് വർക്ക് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കി, നമ്മൾ ഫുള്ള് പാർട്സുകൾ മേടിച്ച് ഉണ്ടാക്കി നല്ലൊരു കിട്ടലിനൊരു കോൺടാക്റ്റ് മൈക്ക് നല്ല സെറ്റപ്പായിട്ട് വർക്ക് ചെയ്തു. അടിപൊളി സാധനം, ആഹാ, നല്ലൊരു പ്രൊജക്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രൊജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. മേ ബി കുറച്ച് മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ളവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. ഇത് വായിക്കാൻ പിടിച്ചാൽ കൊള്ളാം. എന്നാലേ വേറൊരു നല്ലൊരു ഉണ്ടാക്കണം, മുഴുത്തണം.